എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. എൻ്റെ പേര് റൂബിൻ എന്നാണ്. പാലായിക്കടുത്ത് മാനത്തൂരാണ് എൻ്റെ വീട്. അപ്പം മാനത്തൂർ എന്ന് പറയുന്ന എൻ്റെ നാടിൻ്റെ പേര് ഒരിക്കൽ കൂടി പറയാൻ അവസരം തന്ന ഫൺസപ്പൻ ടീമിന് എല്ലാ ആശംസകളും അർപ്പിച്ചുകൊണ്ട് ഞാൻ ആരംഭിക്കുകയാണ്. ഇത് എനിക്കാണെങ്കിൽ സംസാരിക്കുമ്പോൾ വിക്കുള്ള കാര്യം, ഗോപനമോളിയുടെ പട്ടിയുടെ കൂട്ട് എൻ്റെ കൂടെ ഉള്ള കാര്യം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ. അപ്പം എനിക്ക് ഈ ഫൺസ് അപ്പോൺ എ ടൈമിൽ ഒരവസരം കിട്ടിയതിന് ശേഷം ഞാൻ കലാപരമായ കാര്യങ്ങൾക്ക് ഇറങ്ങി പുറപ്പെടുമ്പോൾ വീട്ടുകാരുടെ ഒരു അവസ്ഥ എന്താണെന്ന് ചോദിച്ചാൽ, ഓടിയേല എന്ന് കരുതിയ പടം ബോക്സ് ഓഫീസ് ഹിറ്റായി കഴിയുമ്പം സംവിധായകൻ്റെയും പ്രൊഡ്യൂസറുടെയും കണ്ണു തള്ളും. ആ ഒരു ഫീലാണ്. ഫൺസ് അപ്പോൺ എ ടൈമിൽ വരുന്നതിന് മുമ്പ് ഞാൻ കലാപരമായ കാര്യങ്ങൾക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങി പുറപ്പെടുമ്പോൾ ഒരു അവസ്ഥ എന്താണെന്ന് ചോദിച്ചാൽ, ആറ്റുനോറ്റ് വെച്ച തെങ്ങ് ഒരു കരിക്ക് പോലും കുടിക്കാൻ മേലാണ്ട് മണ്ടയടിച്ച് പോകുമ്പോഴൊരു അവസ്ഥയാണ് എൻ്റെ അപ്പൻ്റെ മുഖത്ത് നോക്കി. ഇപ്പം അതൊക്കെ മാറി. പിന്നെ എൻ്റെ കൂട്ടുകാരെല്ലാം പറഞ്ഞ് എനിക്കൊരു ചെറിയ സമയദോഷം ഉണ്ടെന്ന് പറയും. അപ്പോൾ അവർ ചെന്ന് എൻ്റെ അപ്പച്ചനോട് ചോദിച്ചിട്ട് പറഞ്ഞു, ഏതെങ്കിലും ജ്യോത്സ്യന്മാരെ കണ്ട് പ്രശ്നമൊക്കെ വെച്ച് പരിഹരിക്കുവാണെങ്കിൽ മോൻ്റെ സമയദോഷം മാറ്റാൻ പറ്റും. അപ്പം അപ്പച്ചന് ഇവൻ ജനിച്ച സമയം എപ്പോഴാന്ന് വല്ലോ പിടുത്തോണ്ടെന്ന് ചോദിച്ചു. ഞാനെങ്കിൽ എവിടുന്ന് ഓർത്തിരിക്കാനാന്ന് ചോദിച്ചു. ജീവപര്യന്തം ശിക്ഷിച്ചു കഴിഞ്ഞാൽ പിന്നെ കിടക്കുന്നത് പൂജപ്പരയാണോ, കണ്ണൂരാണോ, വിയൂരാണോ, സബ് ജയിലാണോ എന്ന് ആർക്കെങ്കിലും വല്ലോ പിടുത്തോണ്ടെന്ന് ചോദിച്ചു. അപ്പം ഞാൻ ഫൺസ് അപ്പോൺ എ ടൈമിന് പോവാന്നും പറഞ്ഞ് അപ്പച്ചൻ്റെ അനുഗ്രഹം മേടിച്ചിട്ടെങ്കിൽ ഇറങ്ങി. അപ്പോൾ അപ്പച്ചൻ പറഞ്ഞു, ഓ ഇത്രയും കാലം എൻ്റെ മകൻ കാശിന് മാത്രം തെണ്ടുന്ന ഞാൻ കണ്ടാൽ മതിയായിരുന്നു. ഇപ്പം അവൻ കൗണ്ടറുണ്ടോ എന്ന് ചോദിച്ച് നാട്ടിൽക്കൂടെ മുഴുവൻ തെണ്ടി നടക്കുന്നത് കാണേണ്ടി വേണ്ടെന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു, അപ്പച്ചാ അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം ചെയ്യേ, എനിക്ക് എന്തെങ്കിലും ഓർത്തോർത്ത് ചിരിച്ച് കണ്ണീന്ന് വെള്ളം പോണ എന്തെങ്കിലും തമാശ അപ്പച്ചൻ പറഞ്ഞു തരുവാണെങ്കിൽ ഞാനത് ഫൺസ് അപ്പോൺ എ ടൈമിൻ്റെ വേദിയിൽ പോയി പറഞ്ഞ് നന്നായിട്ട് കൈയിടി മേടിച്ചൊക്കെ തന്നെ. അപ്പോൾ അപ്പച്ചൻ പറഞ്ഞു, ഇപ്പം എഴുതിയതൊന്നും പോരാടാന്ന് ചോദിച്ചാൽ, ഇപ്പം എഴുതി പോരാ, ഓർത്തോർത്ത് കരഞ്ഞ് ഓർത്തോർത്ത് ചിരിച്ച് കണ്ണീന്ന് വെള്ളം വരുന്ന എന്തെങ്കിലും തമാശ ഉണ്ടോന്ന് ചോദിച്ചാൽ. അപ്പോൾ അപ്പച്ചൻ പറഞ്ഞു, ഡാവേ ഓർത്തോർത്താൽ എൻ്റെ കണ്ണീന്ന് കണ്ണുനീര് വരുന്ന ഒരേ ഒരു തമാശയേ ഉള്ളൂ, അത് എഴുതാനൊന്നും പറ്റത്തില്ല. അതാണിപ്പോൾ പാൻറ് വിട്ട് കോട്ട് വിട്ട് ആൾക്കാരെ ചിരിപ്പിക്കാനായിട്ട് പോണെന്ന്. അപ്പം ഞാൻ എൻ്റെ ഒരു കൂട്ടുകാരൻ്റെ സദസ്സിൽ ഒരു കല്യാണ വേദിയിൽ പാൽപ്പായസം കഴിച്ചുകൊണ്ടിരിക്കുക. അവസാനം ഈ കാനാ പറക്കാന്ന് പറയുമല്ലോ. അപ്പോൾ ഈ അവസാനം തീരുന്ന സമയത്ത് 5-6 ഗ്ലാസ് പാൽപ്പായസം ഞാൻ കഴിച്ചു. അപ്പോൾ ഒരു അമ്മാവൻ എന്നോട് പറഞ്ഞു, മോനെ വിക്കൂടാ നീ ഇങ്ങനെ കഴിക്കരുതെന്ന് പറഞ്ഞു. അപ്പം ഞാനൊന്ന് ചിരിച്ചിട്ട് പറഞ്ഞു, എൻ്റെ പൊന്നമ്മാവാ 25 വർഷമായിട്ട് വിക്കൊരു തൊഴിലായിട്ട് കൊണ്ടു കിടക്കുന്ന ഞാൻ ഇച്ചിരി പാൽപ്പായസം കഴിച്ചെന്ന് കരുതി എവിടെ വിൽക്കാനാന്ന് ചോദിച്ചു. അമ്മാവന് ഷുഗർ വല്ലതും ഉണ്ടെങ്കിൽ ആ പായസം കൂടെ ഇങ്ങ് തന്നേരം ഞാൻ കഴിച്ചേക്കാന്ന് പറഞ്ഞു. പിന്നെ എനിക്ക് പണിയില്ലാണ്ട് ഞാൻ തെണ്ടി നടന്നൊരു കാലമുണ്ട്. അപ്പോൾ എൻ്റെ ഒരു കൂട്ടുകാരൻ പോയി യൂണിയൻകാരനോട് പണി ചോദിച്ചു. ആൾ വലിയ കുഴപ്പമില്ലാത്തവനാണ്. അപ്പോൾ പറഞ്ഞു, കുഴപ്പത്തിൻ്റെ ഒന്നുമില്ല, 60 കുബിക്കടി തടി ഒറ്റയടിക്ക് ചുമന്ന് കയറ്റുന്നവനാണ്, വിളിച്ചോണ്ട് പോരെ. അപ്പം എന്നെ കാവാലെന്നാണ് വിളിക്കുന്നത്, കാവാലത്തെ കൂടെ വിളിച്ചോളാൻ പറഞ്ഞു. അപ്പോൾ എൻ്റെ കൂട്ടുകാരൻ പറഞ്ഞു, ഈ 60 കുബിക്കടി തടി എന്ന് പറഞ്ഞാൽ അണ്ണാ ഒരുപാട് ഇത് കൂട്ടില്ലെന്ന് ചോദിച്ചു, ഒത്തിരി ഭാരമില്ലെന്ന് ചോദിച്ചു. ഉണ്ട് 60 കുബിക്കടി തടി മടുത്ത് പുറകിലോട്ട് നിൽക്കരുത്, ചുമക്കാൻ പറ്റുന്നതിനാണ് ഒരു 10 ദിവസമായി പണി കൊടുത്തേക്കാന്ന് പറഞ്ഞു. അപ്പോൾ ഈ കൂട്ടുകാരനൊരു ചിരിയോടുകൂടി പറയാ, ഈ 60 കുബിക്കടി എന്ന് പറഞ്ഞാൽ ഈ കാവാലെന്ന് പറയുന്ന ഞാൻ പനങ്കള്ള് കുടിക്കുന്നത് കണ്ടിട്ടുള്ളൂ, പനമ്പട്ട തിന്നുന്നത് കണ്ടിട്ടിരുന്നു. അപ്പോൾ ഈ 60 കുബിക്കടി തടി അവൻ ചുമക്കോ ഇല്ലയോ എന്ന് എനിക്ക് പെടുത്തിരുന്നത്. അപ്പോൾ എനിക്ക് ടിക്കറ്റ് കച്ചവടമാണ് കേട്ടോ ചേട്ടാ പണി. അപ്പോൾ ഈ ടിക്കറ്റ് കച്ചവടമായിട്ട് നമ്മളങ്ങ് ചെന്ന് കഴിയുമ്പോൾ, ചേട്ടാ ലോട്ടറി വല്ലതും വേണമെന്ന് ചോദിക്കുമ്പോൾ ഈ ആൾക്കാർ നമ്മൾ ഒഴിവാക്കാൻ വേണ്ടി പറയും, ഡാവേ ഒന്ന് പോയേ, നീ എനിക്കാണെങ്കിൽ ഇവിടെ വട്ട് പിടിച്ച് നിൽക്കുകയാണ്, നിന്റെ ടിക്കറ്റും വേണ്ട, അടിക്കില്ലാത്ത ടിക്കറ്റും വേണ്ട, നീ പൊക്കേന്ന് പറയും. അപ്പം ഞാൻ അങ്ങോട്ട് ഡൗൺ ആകും. അപ്പം അതിൽ നിന്ന് പിടിച്ച് കയറാൻ വേണ്ടി ഞാൻ പറയും, ഓ ഏട്ടാ ഈ വട്ടെന്ന് പറഞ്ഞ സാധനം ചേട്ടൻ ഇപ്പം പിടിച്ചതാണെങ്കിൽ കാലത്തെ ഞാൻ കഴിച്ചേക്കൂട്ട് ഗുളിക തരാം. അതല്ല ഒരാഴ്ചക്ക് മുമ്പ് പിടിച്ച വട്ടാണെങ്കിൽ അമ്മാവൻ കഴിക്കുന്ന കൂട്ട് ഷോക്ക് തരാമെന്ന്. എന്താണെങ്കിലും ഞാൻ ബാഗും കോട്ടും എല്ലാം ഇട്ട് വീട്ടിൽ നിന്ന് ഇങ്ങോട്ട് പോരാനുള്ളൊരു സെറ്റപ്പിൽ ഇങ്ങ് പോന്നു കഴിഞ്ഞപ്പം എന്നോട് നാട്ടുകാർ ചോദിച്ചു, നീ എവിടെ പോവാടാവെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, ഞാൻ അമൃതായി പോവാ, കാലത്തെ അമൃതായി പോവാണെന്ന് ചോദിച്ചു. അതെ ഞാൻ കാലത്തെ അമൃതായി പോവാ. എന്നത്തെയാ? ഞാൻ പറഞ്ഞു, പരിപാടിക്ക്. നിന്റെയൊക്കെ സ്വഭാവത്തിന് ഞങ്ങളൊക്കെ ആംബുലൻസ് വിളിച്ച് ഇല്ലാത്ത കാശും വെച്ച് വൈകിട്ടാണല്ലോ അമൃതയെ കൊണ്ടുവന്നു. ഞാൻ പറഞ്ഞു, ആ അമൃതയല്ല, ഇത് അമൃത ചാനലിൽ ഫൺസ് അപ്പോൺ എ ടൈം എന്ന് പറഞ്ഞ പരിപാടിക്ക് വന്നത്. അപ്പം ഈ ഫൺസ് അപ്പോൺ എ ടൈം എന്ന് പറഞ്ഞ പരിപാടിക്ക് വന്നതിന് ശേഷം
എനിക്ക് ഉർവശി ശാപം ഉപകാരമായി എന്ന് പറഞ്ഞില്ല. ഇത്രയും കാലം നിനക്ക് വിക്കാണ് പരിപാടി ഇല്ലെന്ന് പറഞ്ഞ് എന്നെ ഇറക്കി വിട്ടോര് ഇപ്പം എനിക്കൊരു 3-4 പരിപാടികളൊക്കെ കിട്ടിയിട്ടോ. പക്ഷെ അടിച്ചേട്ടാ ഒരു 3-4 പരിപാടി കിട്ടി. അപ്പോൾ ആ പരിപാടിക്ക് എന്നെ വിളിച്ചു വെച്ച് ഇവർ പറയുന്നത് 1-2 ഞാൻ ഇച്ചിരി ജനാർദ്ദൻ ചേട്ടൻ്റെ ഇച്ചിരി ശബ്ദാനുകരണമൊക്കെ ചെയ്യും. അതൊന്നും ചെയ്തില്ലെങ്കിലും വേണ്ടിയില്ല, എന്തെങ്കിലും ഇച്ചിരി വളിപ്പും പറഞ്ഞു വെച്ച് ചുമ്മാ കയറി നിന്നിട്ടൊക്കെ വിക്കിക്കോളാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞു ചേട്ടനോട് ഞാൻ 100 തവണ അവസരം ചോദിച്ചപ്പം ചേട്ടൻ എന്നെ വിൽക്കാമെന്നും പറഞ്ഞു വിട്ടല്ലോ. ഞാൻ പറഞ്ഞു ചേട്ടാ ഈ ചുമ്മാ വിക്കിക്കോ എന്ന് പറഞ്ഞാൽ ഈ അമ്പലപ്പുഴ പാൽപ്പായസത്തിൽ പഞ്ചസാര ഇടുന്നപോലുള്ള പരിപാടിയല്ലെന്ന് പറഞ്ഞു. വിൽക്കുന്നത് ഇച്ചിരി വിഷമമാണ്. ഇപ്പം എന്തോരം നേരം ഉണ്ടെന്ന് ചോദിച്ചു ഈ പരിപാടി. ഇത് 30 മിനിറ്റോളെന്ന് പറയും. നിങ്ങളുടെ ഗാനമേള ഞാൻ കൊച്ചിൻ്റെ പാട്ടും എല്ലാം കൂടെ കൂട്ടി 30 മിനിറ്റോളെന്ന് പറഞ്ഞു. എന്നാൽ ചേട്ടൻ എന്നോട് വിക്കിക്കോളാൻ പറഞ്ഞു, സൂക്ഷിക്കണം എന്ന് പറഞ്ഞു. എൻ്റെ നാക്ക് കയറി ഒറ്റ ഉടക്കങ്ങ് വെച്ച് കഴിഞ്ഞാൽ 36 ദിവസം കഴിഞ്ഞ് പോലീസുകൂടെ വന്നാൽ എന്നെ ഇവിടുന്ന് വിടാൻ പറ്റില്ല. അപ്പം ഇങ്ങനെ എനിക്കൊരു അവസരം തന്നത്, അതായത് ഈ ഇത്രയും കവിതയും ഞങ്ങൾ ബൈബിളിൻ്റെ അകത്തൊരു പ്രമാണമുണ്ട്, ഈ തള്ളി വെച്ച കല്ല് തന്നെ മൂലക്കല്ലാവെന്ന് പറഞ്ഞു. അപ്പോൾ അതിൻ്റെ ഒരു ഫീലിങ്ങിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. അപ്പോൾ എനിക്ക് ഇങ്ങനെ ഞാനൊരു കാലത്ത് കണ്ണു നനഞ്ഞ ഒരു കുറവ് കൊണ്ട് എനിക്കിപ്പം എന്നെ ആകപ്പാടെ 2 തവണ വിളിക്കുന്നത്, ആദ്യമായിട്ട് ഒരു വലിയ പരിപാടി എന്നെ 2 തവണ വിളിക്കുന്നത്. എന്നെ ഈ കൊറോണയ്ക്ക് ശേഷം 2 തവണ വിളിച്ചുകൊണ്ടിരുന്നത്, ഒന്ന് ഞാൻ ലോൺ എടുത്ത ബാങ്കുകാരും പിന്നെ ചിട്ടി പിടിക്കാത്ത സംഘക്കാരും. അപ്പോൾ എന്നാണെങ്കിൽ എന്നെ ഒരു വലിയ പരിപാടി വിളിച്ച നിങ്ങൾക്ക് എല്ലാവിധ ഉയർച്ച ഉണ്ടാവട്ടെ എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട്, ഇത് ചിരിയുടെ ഒരു അക്ഷയപാത്രമായി മുന്നോട്ട് പോകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ എളിവ നിർത്തുന്നു. താങ്ക് യു വെരി മച്ച്.